ഉപതെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ UDF കക്ഷി നേതാക്കളുടെ യോഗം ചേരുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കവും ചർച്ചയാകും. സർക്കാരിനെതിരെയുള്ള സമര പരിപാടികൾക്കും രൂപം നൽകും. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിലാണ് യോഗം. റോഷിപ്പാൽ ചേരുന്നു വിശദാംശങ്ങളുമായി. റോഷിപ്പാൽ, പാലക്കാട്ടെ മിന്നു ജയം, വയനാട്ടിലെ ജയം ഒക്കെ ആത്മവിശ്വാസം നൽകുന്നു. ചേലക്കരയിലെ ഫലത്തെ എങ്ങനെയാണ് വിലയിരുത്താൻ പോകുന്നത്? ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചർച്ചയാകുന്നത് എന്ന് മനസ്സിലാക്കുന്നു. വിനീത, 3 ഇടങ്ങളിലെ നിയമസഭ ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ആദ്യ യോഗമാണ് UDFൻ്റേത്. 2 ഇടങ്ങളിലെ വലിയ വിജയം. ചേലക്കരയിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു എന്ന വിലയിരുത്തൽ നേരത്തെ തന്നെ കോൺഗ്രസിനുണ്ടായിരുന്നു. കാരണം അവിടെ 3 മാസം മുമ്പ് പ്രവർത്തിച്ചു. അവിടെ സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. ഭൂരിപക്ഷം LDFൻ്റെ താരതമ്യേന നന്നായി കുറയ്ക്കാൻ കഴിഞ്ഞു എന്നടക്കമുള്ള വിലയിരുത്തലുണ്ട്. സമാനമായ വിലയിരുത്തൽ തന്നെയാകും ഇന്നത്തെ UDF യോഗത്തിലും ഉണ്ടാവുക. അതിനൊപ്പം തന്നെ സർക്കാരിനെതിരെയുള്ള സമരപരിപാടികളും യോഗത്തിൽ ആലോചിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളടക്കം അല്പസമയത്തിനകം UDF കൺവീനർ MM ഹസൻ മാധ്യമ പ്രവർത്തകരെ കണ്ട് വിശദീകരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും പരക്കെ ഉയരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടിയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ UDF നേതൃത്വത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വളരെ തിരക്കിട്ട ഒരു യോഗം. ഇത് കക്ഷി നേതാക്കളുടെ യോഗം മാത്രമാണ്. എല്ലാ പാർട്ടികളുടെയും ഒരു നേതാവ് മാത്രമാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തത്. ഇന്നത്തെ ചർച്ചകളിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്യാൻ വേണ്ടി വിശാല യോഗം ഉടനെ തന്നെ ഉണ്ടാകും. ഏതാണ്ട് ഈ മാസം അവസാനത്തോടെ തന്നെ വിശാല നേതൃയോഗം കൂടെ വിളിച്ചു ചേർക്കും. കാരണം അടുത്ത മാസം 2ാം വാരത്തോടെ നിയമസഭാ സമ്മേളനം പ്രതീക്ഷിക്കുന്നുണ്ട്. നിയമസഭാ സമ്മേളനത്തിൽ സഭയ്ക്കകത്തും പുറത്തുമുള്ള വലിയ നീക്കങ്ങൾ, സർക്കാരിനെതിരെയുള്ള നീക്കങ്ങൾ ഉൾപ്പെടെ ആലോചിക്കണം. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് ഒരു UDFൻ്റെ നേതൃയോഗം, വിശാല നേതൃയോഗം കൂടി ചേരും. ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് വിജയവും അതിനു പുറമെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എങ്ങനെ നേരിടണം, അതിൻ്റെ ഇതുവരെയുള്ള ഒരുക്കങ്ങൾ എവിടം വരെ എത്തി എന്നതടക്കം, വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ടേക്ക് നിയമപരമായി പോകുമ്പോൾ തന്നെ രാഷ്ട്രീയമായി എങ്ങനെ ഇതിനെ നേരിടണം എന്ന കാര്യങ്ങളടക്കം വിശദമായി ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റോഷിപ്പാലാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.